CPM പ്രതിനിധി ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, പ്രളയ സമയത്ത് അത് രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമം പ്രതിപക്ഷം നടത്തിയെന്ന ആരോപണം ഭരണപക്ഷത്തു നിന്ന് ഉണ്ടായി. ഞങ്ങൾ ഇങ്ങനെയല്ല ഈ സാഹചര്യത്തിൽ പ്രതികരിച്ചത് എന്നത് അവർ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുടെ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും ഇന്ന് PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ വളരെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണം അതിൽ നടത്തുന്നുണ്ടോ എന്ന സംശയം ജനിക്കുന്നതാണ്. അങ്ങനെ ദുരന്ത മേഖലകൾ രാഷ്ട്രീയമായിട്ടുള്ള വിഷയമാക്കി മാറ്റുകയും അങ്ങനെ ഉപയോഗിക്കുന്നതും അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ ഇടപെടൽ അങ്ങനെയുള്ളതാണോ? രേണുക വിശദമായി മറുപടി പറയാനുള്ള അവസരം തരണം. ഒന്ന്, ദുരന്ത മേഖലകൾ രാഷ്ട്രീയ അതിപ്രസരത്തിന് വിധേയമാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഒരു മികച്ച ഉദാഹരണമാണ്. നോക്കൂ, ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉദാഹരിച്ചത്, സമരസപ്പെടുത്താൻ വേണ്ടി പരിശ്രമിച്ചത്, ആ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേരെ കാണാതായി, ഞങ്ങൾ 2 മാസമായി അധികാരത്തിൽ വന്ന് ഞങ്ങളുടെ കാലത്ത് ഇത്ര പേരെയല്ലേ കാണാതായുള്ളൂ എന്ന ഒരു സമരസപ്പെടുത്തലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ രൂപത്തിൽ ഒരു ദുരന്ത മുഖത്ത് നിന്ന് ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുമെങ്കിൽ അത് ശ്രീ VD സതീശന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം അടിവരയിട്ട് തെളിയിച്ചിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ വീശിയടിച്ച മഹാദുരന്തത്തെക്കാൾ വലിയ ദുരന്തമായി കേരളത്തിൻ്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി നമുക്ക് ഈ കാര്യത്തെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി സാധിക്കും. ഈ ജിൻഡോ ഇപ്പോൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ജിൻഡോയുടെ നേതാക്കന്മാർ, കോൺഗ്രസ് നേതാക്കന്മാർ ഈ ദുരന്തബാധിതരെ അപമാനിക്കുമ്പോൾ അത് ബോധപൂർവമായിട്ടുള്ള അപമാനമല്ല എന്ന ഒരു നരേഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ ബോധപൂർവം പരിശ്രമിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ നടപടിയെടുത്തു. മിസ്റ്റർ, വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരെ നടപടിയെടുക്കുകയല്ല ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. ആ ദുരന്തബാധിത പ്രദേശത്ത് ആദ്യം ചെല്ലുക, ആ ദുരന്തബാധിതരെ മാറൊണയ്ക്കുക. അവർക്കുണ്ടായിട്ടുള്ള നഷ്ടം, ഒരുപക്ഷെ ആൾ നഷ്ടമെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നികത്താൻ സാധിക്കാത്തതായിരിക്കും. എങ്കിൽ പോലും അവരെ സമാശ്വസിപ്പിക്കാൻ ഇന്ന ആളുകൾ അവിടെ എത്തിച്ചേർന്നു, അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് അവരുടെ സങ്കട കണ്ണീർ തുടയ്ക്കാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കപ്പെടേണ്ടുന്ന കാര്യം. അതുണ്ടായിരുന്നോ ഇല്ലയോ? ഇവിടെ രേണുക നിങ്ങളോട് വളരെ കൃത്യമായി ചോദിച്ചു, നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ പ്രിഫറൻസ് ഈ അപകടം നടക്കുന്ന ദിവസം എന്തായിരുന്നു എന്നുള്ളതാണ് ആ പ്രസക്തമായ ചോദ്യം. നിങ്ങളുടെ മുഖ്യമന്ത്രി ആ ദിവസം മധ്യ കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹം തെക്ക് ഈ വലിയ ദുരന്തം നടന്നു. എന്നാൽ അദ്ദേഹം ചെയ്തതെന്താണ്? ഹെലികോപ്റ്ററും എടുത്ത് വടക്കോട്ട് തിരിച്ചു. അവിടെ ചെന്ന് അദ്ദേഹം ജ്വല്ലറി ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും വച്ച് നീട്ടിയ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു. പിന്നെ അവിടെ കൊച്ചു കൊച്ചു കലാപരിപാടികളുമായി പുറത്തു പറയാൻ, അദ്ദേഹത്തിൻ്റെ ഭാഷ തന്നെ കടമെടുത്തു പറഞ്ഞാൽ പുറത്തു പറയാൻ കഴിയാത്ത പരിപാടികളിൽ പങ്കെടുത്ത് അദ്ദേഹം സ്വയം അങ്ങനെ വിരാജിക്കുകയായിരുന്നു എന്ന് അഹങ്കാരത്തോടു കൂടി മാധ്യമ പ്രവർത്തകരോട് പറയുകയാണ്. അദ്ദേഹം ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത്, ദുരന്ത മുഖത്ത് ഉപയോഗിക്കപ്പെടേണ്ടുന്ന ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിനാണ്. അമ്മായി അപ്പൻ്റെ ആ അസുഖ വിവരം തിരക്കണ്ട എന്നുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ അത് ഈ ഹെലികോപ്റ്ററും എടുത്തുകൊണ്ട് പോകണമായിരുന്നോ? ഈ ഹെലികോപ്റ്റർ ആ ദുരന്തം നടന്ന സമയത്ത് ആ തീരപ്രദേശത്ത് ഒന്ന് ചുറ്റിക്കറങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അപകടം നടന്ന ആ ബോട്ടും അതിലെ പ്രവർത്തകരെയും ജീവനോടെയെങ്കിലും അവശേഷിക്കുന്ന ആളുകളെയെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്താ ചെയ്തത്? ആ കുഞ്ഞ്, മരിച്ചുപോയ പ്രിയപ്പെട്ട സഹോദരൻ ജോണിൻ്റെ മകൾ കേരളത്തോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചില്ല. തെരച്ചിൽ നടക്കുകയാണ്. ആ കുടുംബം ഇപ്പോഴും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് സുരേഷ്. അവരുടെ അച്ഛൻ തിരിച്ചു വരും എന്ന പ്രതീക്ഷയോട്. തീർച്ചയായും. പക്ഷേ ആ കുഞ്ഞ് ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്താണ്? നിങ്ങളുടെ ഹാൻഡിലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് എത്രമാത്രം അപമാനിക്കലാണ് ആ കുഞ്ഞ് നേരിട്ടത്. എന്നിട്ട് നിങ്ങൾ ഞാൻ ആ വിമർശനം ഉൾക്കൊള്ളുന്നു. എത്ര മനോഹരമായ വാക്കുകളാണ്. നിങ്ങൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിങ്ങൾ എന്നിട്ട് അവസാനം പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ കാലത്തെ മോശം പ്രവർത്തനം, അല്ലെങ്കിൽ ഇടതുപക്ഷം അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല. അത് പറയാനാണോ നിങ്ങളെ കേരള ജനത ഏറ്റെടുത്തത്, ഈ അധികാരത്തിലേറ്റിയത്? ഈ കാലമത്രയും, ഈ കഴിഞ്ഞ കാലയളവിൽ ഒരു ദുരന്തം കേരളത്തിൽ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കുറവുകളെ സംബന്ധിച്ച് വന്ന് നിന്ന് പറയാൻ ചെറിയ തൊലിക്കട്ടിയല്ല, അപാരമായ തൊലിക്കട്ടി ഉണ്ടെങ്കിൽ മാത്രമേ
നിങ്ങൾക്കത് ആവർത്തിച്ച് പറയാൻ വേണ്ടി സാധിക്കുള്ളൂ. ആ കാലം കഴിഞ്ഞു. കേരളത്തിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രിയുണ്ട്, കേരളത്തിലൊരു മുഖ്യമന്ത്രിയുണ്ട്. ആ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഈ ഫിഷറീസ് വിഭാഗത്തിൽപ്പെട്ട കടലോര മക്കളെ ഈ ദുരന്ത മുഖത്ത് ആ തീരപ്രദേശത്ത് കണ്ണീരണിഞ്ഞ കണ്ണുകളുമായി നിൽക്കുന്നവരെ ഒന്ന് കാണാൻ ഇന്നതുവരെ തയ്യാറായിട്ടില്ല. ഒരൊറ്റ മിനിറ്റ് കൂടെ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? കഴിഞ്ഞ മുഖ്യമന്ത്രി പോയപ്പോൾ ഉണ്ടായ അനുഭവം ഉണ്ടല്ലോ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചിരിയുണ്ട്. അത് പൂക്കി ചിരിയല്ല കേട്ടോ. അത് ആ ചിരിയെ നിങ്ങൾ പൂക്കിയെന്ന് വിശേഷിപ്പിക്കരുതെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ആ ചിരിയെ മറ്റു പലതുമായിട്ടാണ് നിങ്ങൾ. അതുപോലെ തന്നെ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശ്രീ കെ മുരളീധരൻ, അദ്ദേഹം പറഞ്ഞത് എന്താണ്? കടലിൽ പോയാൽ കുറച്ച് ദിവസം പഠിക്കും. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലുമാണ് ഇത്തരത്തിലൊരു ദുരവസ്ഥ വന്ന് പെട്ടിരുന്നുവെങ്കിൽ ഇങ്ങനൊരു വാക്ക് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ വന്നതെന്ന് പറയുമായിരുന്നു. നിങ്ങൾ എന്താണ്? നിങ്ങൾ എന്നിട്ടും ഇപ്പോഴും കഴിഞ്ഞ സർക്കാർ അത് ചെയ്തില്ലേ, കഴിഞ്ഞ സർക്കാർ ഇത് ചെയ്തില്ലേ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 148 പേരെ കാണാതായില്ലേ, ഓഖി ദുരന്തത്തിൽ കാണാതായിപ്പോയ പ്രിയപ്പെട്ട 91 സഹോദരങ്ങളെ കൂടെ ചേർത്ത് വെച്ച് പറഞ്ഞ് ഇന്ന് ഊറ്റം കൊള്ളുകയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപമാനത്താൽ ഞങ്ങളുടെ തല താഴുകയാണ്. ഇത് ഞങ്ങളുടെ കൂടെ മുഖ്യമന്ത്രിയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നാണം കെട്ട നിലയിലേക്ക് കേരളത്തെ നിങ്ങൾ കൊണ്ടുപോവുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞതിന് രാഷ്ട്രീയമായിട്ടുള്ള മറുപടി പറഞ്ഞു. സുരേഷ്, ഞാൻ അതിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നോക്ക്, 3 ദിവസം ഒക്കെ തെരച്ചിൽ നടന്നിട്ട് തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് 10ാം ദിവസവും തെരച്ചിൽ തുടരുകയാണ്. അത് കാണുന്നുണ്ടോ? അപ്പോൾ 10 ദിവസമൊക്കെ ഇതിനു മുൻപ് തിരച്ചിൽ നടന്നിട്ടുണ്ടോ? ഇത് ചരിത്രത്തിൽ ആദ്യമല്ലേ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നുണ്ട്. അതൊരു വസ്തുതയല്ലേ? അപ്പോൾ 10ാം ദിവസവും ഈ തെരച്ചിൽ നടക്കുന്നു എന്നതൊരു വസ്തുതയല്ലേ? കൊല്ലത്ത് സർവ്വസന്നാഹങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടന്നിട്ട്. വലിയ ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊക്കെ തെരച്ചിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കാണാതെ പോവുകയാണോ സുരേഷ്? രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോഴും സർക്കാർ ഈ ഇടപെടൽ നടത്തുന്നത് നിങ്ങൾ കാണാതെ പോകുന്നുണ്ടോ? നോക്കൂ, ഈ ദുരന്ത ബാധിതരെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ലിൻഡോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ലിനോ പറഞ്ഞു, ഈ അപകടം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ തിരച്ചിൽ ആരംഭിക്കാൻ വേണ്ടി തയ്യാറായത്. കടലിലാണ് അവർ അകപ്പെട്ടത്. അവരേതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ വനപ്രദേശത്തോ അല്ല. 5 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ തിരയാൻ വേണ്ടി പോലും ഈ സർക്കാർ തയ്യാറായത്. ആ സർക്കാരിനെയാണ് ഉളുപ്പില്ലാതെ വന്നതെന്ന് ന്യായീകരിക്കുന്നത്. എനിക്കതിൽ നിന്നും ഇവരിൽ നിന്നും നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവിടുത്തെ പ്രശ്നം പലപ്പോഴും ഇവർ വസ്തുതകളെ മറച്ചു പിടിച്ചിട്ട് ഈ നിലവിലുള്ള സർക്കാരിനെ വെള്ളപൂശുന്നതിന് വേണ്ടി കള്ളക്കഥ, ഗീബൽസ് തോറ്റുപോകുന്ന കള്ളക്കഥ ഇവിടെ തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞൊരു ചർച്ചയിൽ ഒരു MLA, ബഹുമാനപ്പെട്ട റാന്നി MLA, അദ്ദേഹം എന്ന് പറയുകയാണ്, കടലിൻ്റെ മക്കളെന്ന് പറയുന്നത് അതിവൈകാരികതയ്ക്ക് അടിമപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടേത് നമ്മൾ അത്ര വേണ്ടത്ര നിലയിൽ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ ഗൗനിക്കേണ്ടുന്ന കാര്യമല്ല. ഞാൻ ഒരു കാര്യം പറയുന്നു, അവർ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ്. നമ്മളെപ്പോലെ എന്നെയും ജിൻഡോയെയും ഇവിടെ ഇരിക്കുന്ന നന്ദുവിനെയും രേണുകയും ഒക്കെ പോലെ മജ്ജയും മാംസവുമുള്ള പ്രിയപ്പെട്ട നമ്മുടെ കൂടപ്പിറപ്പുകളാണ്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത, ശേഷിയില്ലാത്ത നേതാക്കന്മാരായി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മാറുകയാണ്. എനിക്ക് ആ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ സത്യത്തിൽ ലജ്ജ കൊണ്ട് ഞാൻ എൻ്റെ തല താഴ്ത്തിപ്പോയി. അദ്ദേഹം പറയുകയാണ്, കടലിൻ്റെ മക്കൾ, കടലിലോരത്ത് ജീവിക്കുന്നവർ അതിവൈകാരികതയ്ക്ക് അടിപ്പെട്ട് എന്ത് വിളിച്ചു പറയുന്ന ആളുകളാണ് എന്ന രൂപത്തിലാണ് അദ്ദേഹം അഭിപ്രായപ്രകടനം നടത്തിയത്. അദ്ദേഹത്തെ കെ മുരളീധരനെ, നിങ്ങളുടെ ഫിഷറീസ് വകുപ്പ് മന്ത്രിയെ, സർവോപരി നിങ്ങളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വേദികളിൽ നിയന്ത്രിക്കാൻ തയ്യാറാകൂ. നിങ്ങളുടെ അഭിപ്രായം കടിഞ്ഞാണിട്ട് പറയാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയണം എന്ന അഭിപ്രായം നിങ്ങൾ മുന്നോട്ട് വെക്കൂ. അല്ലാതെ ഈ വിമർശനങ്ങളെല്ലാം ഞങ്ങൾ ഉൾക്കൊണ്ടു, ഇനി ഞങ്ങൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താം, പക്ഷെ പഴയ സർക്കാർ ഇങ്ങനെയായിരുന്നു എന്ന ഈ ക്ലീഷേ ഡയലോഗുമായിട്ട് ഇനിയെങ്കിലും ഇത്തരം വേദികളിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കും. ശരി, ഞാൻ അത് ആ കാര്യങ്ങൾ ജിൻഡോയോട് ചോദിക്കാം അദ്ദേഹത്തിന്റെ ടേണിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.